ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ അക്കൗണ്ടിങ് ടേം എക്സ്പെൻസ് ആണ്. ഏതൊരു ബിസിനസ്സും റൺ ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസിന് ഒരു ബിസിനസ്സിൽ വളരെ പ്രാധാന്യം ഉണ്ട്. ഇൻകം മൈനസ് എക്സ്പെൻസ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ്. നമ്മുടെ വരുമാനത്തിൽ നിന്നും ചിലവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ പ്രോഫിറ്റ് കുറയുകയും എക്സ്പെൻസ് കുറയുകയാണെങ്കിൽ പ്രോഫിറ്റ് കൂടുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എക്സ്പെൻസിന് ഒരു ബിസിനസ്സിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന്. എന്താണ് എക്സ്പെൻസ്? ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ടു ജനറേറ്റിംഗ് പ്രോഫിറ്റ്. ഇൻകം ഉണ്ടാക്കുന്നതിനായിട്ട് വരുന്ന ചിലവുകളെ നമുക്ക് എക്സ്പെൻസ് എന്ന് പറയാം. ഉദാഹരണം, റെൻറ്റ്. ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് വാടകയ്ക്കെടുത്ത ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ അവിടെ തീർച്ചയായും മന്ത്ലി റെൻറ്റ് പേ ചെയ്യേണ്ടതുണ്ട്. ബിസിനസ് റൺ ചെയ്യുന്നതിലൂടെ ഇൻകം ഉണ്ടാവുകയും റെൻറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഉണ്ടാകുന്നു. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ചിലവുകൾ ഉണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എക്സ്പെൻസസ് പഠിക്കാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് ദാറ്റ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിലവുകളെ നമുക്ക് എക്സ്പെൻസ് എന്ന് പറയാം. ഉദാഹരണമായിട്ട്, നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ മാനുഫാക്ചറിങ് കമ്പനിക്ക് റോ മെറ്റീരിയൽ വാങ്ങുന്നു. ഇതൊരു ചെലവാണ്. എന്തിനാണ്? നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വരുന്ന ഒരു ചെലവാണ്. ഇത് പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ വണ്ടിയിൽ കയറ്റാൻ വരുന്ന ലോഡിംഗ് ചാർജസ്, റോ മെറ്റീരിയൽ നമ്മുടെ കമ്പനിയിൽ വന്നതിന് ശേഷം അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നതിനായിട്ട് നമ്മുടെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേജസ്, ഇതൊക്കെ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അടുത്തത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമല്ലാത്ത എല്ലാ ചെലവുകളെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. എക്സ്പെൻസ് എന്ന് പറയുന്ന ടേം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞ ഉദാഹരണമാണ് റെൻറ്റ്. ഇതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രൊഡക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി ബില്ല്, കമ്മീഷൻ, ഇതൊക്കെ പ്രൊഡക്ഷനുമായി യാതൊരു ഡയറക്റ്റ് ബന്ധവുമില്ലാത്ത ചിലവുകളാണ്. ഇനി രണ്ട് എക്സ്പെൻസുകൾ കൂടെയുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.